ഗുഡ് മോർണിംഗ്. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എല്ലാ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് നമ്മൾ കണ്ടിന്യൂ ആൻഡ് ബ്രേക്ക് വരെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. എല്ലാം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഒക്കെ എക്സാമ്പിൾ വെച്ചിട്ട് വേണം നിങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ. ആദ്യം അത് എന്താണെന്നും പിന്നെ അതിൻ്റെ യൂസേജും മനസ്സിലാക്കുക. നെക്സ്റ്റ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് നമ്മൾ ഓൾറെഡി മുന്നേ എക്സാമ്പിൾസിലൊക്കെ കണ്ട കാര്യം തന്നെയാണ്. പക്ഷേ അത് എന്താണെന്നാണ് നമ്മൾ നെക്സ്റ്റ് പറയാനായിട്ട് പോകുന്നത്. റൈറ്റ് എന്ന് പറയുന്ന മെത്തേഡ് നമ്മൾ കണ്ടിരുന്നു. ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റിൻ്റെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാണ് നമുക്ക് റൈറ്റ് ചെയ്ത് വരേണ്ട കണ്ടൻറ്റ് എഴുതി കൊടുക്കാറ് അല്ലേ. അപ്പോൾ റൈറ്റ് യൂസ് ചെയ്യുന്നത് നമ്മളുടെ ഡോക്യുമെൻറ്റിലേക്ക്, അതായത് വെബ് പേജിലോട്ട് നമുക്ക് എന്തെങ്കിലും റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റൈറ്റ് എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് ദെൻ ബ്രാക്കറ്റിൽ ഡബിൾ കോട്ടിൽ എഴുതുന്ന കണ്ടൻറ്റ് ആയിരിക്കും നമ്മൾ ഡോക്യുമെൻറ്റിൽ ഡിസ്പ്ലേ ചെയ്ത് കാണുന്നുണ്ടായിരിക്കുക. അപ്പോൾ അത് റൈറ്റും ഉപയോഗിക്കാം, അതേപോലെ തന്നെ റൈറ്റ് എൽ എന്ന് ഉപയോഗിക്കാം. റൈറ്റ് എൽ എന്ന് പറയുമ്പോൾ എൽ എൻ ഫോർ ന്യൂ ലൈൻ എന്നാണ്. അപ്പോൾ ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ കൊടുക്കുകയാണ്, ഹലോ ഫ്രണ്ട്സ് ഹാവ് എ ഗുഡ് ഡേ എന്ന് പറയുകയാണെങ്കിൽ റൈറ്റ് ആണെങ്കിൽ എന്തായിരിക്കും വരിക, ഹലോ ഫ്രണ്ട്സ് ഹാവ് എ ഗുഡ് ഡേ ഒരൊറ്റ ലൈനിലായിരിക്കും വരിക. പക്ഷേ റൈറ്റ് എൽ എന്നിട്ട് കൊടുക്കുകയാണെങ്കിൽ ഹലോ ഫ്രണ്ട്സ് ഒരു ലൈനിലും അതേപോലെ തന്നെ ഹാവ് എ ഗുഡ് ഡേ നെക്സ്റ്റ് ലൈനിലായിരിക്കും വരിക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അതിലെ സെൻറ്റൻസിനെ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റൈറ്റ് എൽ എൻ ഇട്ട് കൊടുക്കുക. നിങ്ങൾ ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് വേണമെങ്കിൽ റൈറ്റോ അല്ല എന്നുണ്ടെങ്കിൽ റൈറ്റ് എൽ എൻ ഉപയോഗിക്കുക. ഇനി നെക്സ്റ്റ് എന്താണ് പോപ്പപ്പ് ബോക്സസ്. ഞാൻ ഈ ഒരു മൊഡ്യൂൾ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു, ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ലാംഗ്വേജ് മെയിനായിട്ട് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ പോപ്പപ്പ് ബോക്സസുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പോപ്പപ്പ് ബോക്സസ് എന്ന് പറയുമ്പോൾ അതിനുള്ള എക്സാമ്പിൾസ് ആണ് അലേർട്ട് ബോക്സ്, കൺഫർമേഷൻ ബോക്സ്, അതേപോലെ തന്നെ പ്രോംപ്റ്റ് ബോക്സ് ഒക്കെ. ഈ അലേർട്ട് ബോക്സ് നമ്മൾ കണ്ടിട്ടുള്ളത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ റോങ് ആയിട്ട് കമ്പ്യൂട്ടറിൽ എന്തെങ്കിലുമൊക്കെ അത്രയും ഡേഞ്ചർ ആയിട്ടുള്ള റോങ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മളെ അലേർട്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സൗണ്ടൊക്കെ ഓൺ ചെയ്തിട്ടുകയാണെങ്കിൽ വളരെ സൗണ്ടോട് കൂടിയിട്ട് ആയിരിക്കും ഒരു എക്സ്ക്ലമേഷൻ മാർക്കോട് കൂടെ റെഡ് കളറിലായിരിക്കും ആ ഒരു മെസ്സേജ് ഒരു ബോക്സ് വരെ. ആ ബോക്സിനെയാണ് നമ്മൾ സിമ്പിളായിട്ട് അലേർട്ട് ബോക്സ് എന്ന് പറയുക. നമ്മൾ അലേർട്ട് ചെയ്യിക്കുകയാണ്, നമ്മൾ റോങ് ആയിട്ട് എന്തോ കമ്പ്യൂട്ടറിൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ റോങ് ആയിട്ട് ഏതെങ്കിലും അറിയാത്ത വലിയ വെബ്സൈറ്റിൽ കയറുകയാണെങ്കിൽ അവർ നമ്മളെ അലേർട്ട് ചെയ്യിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ എന്തെങ്കിലും വൈറസ് അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്നൊരു അലേർട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പിയർ ചെയ്യുന്ന ആ ഒരു ബോക്സിനെയാണ് നമ്മൾ സിമ്പിളായിട്ട് അലേർട്ട് ബോക്സ് എന്ന് പറയുക. അപ്പോൾ ഈ ഒരു അലേർട്ട് ബോക്സ് ഒക്കെ ആക്ച്വലി ക്രിയേറ്റ് ചെയ്യുന്നത് ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണ് ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനി എങ്ങനെയാണ് നമ്മളൊരു അലേർട്ട് ബോക്സ് ഉണ്ടാക്കുക എന്നാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സിമ്പിളായിട്ട് ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് അലേർട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ. അലേർട്ടിൻ്റെ അതിൻ്റെ ഉള്ളിൽ വരേണ്ട മെസ്സേജ്, ഇപ്പോൾ സോറി ട്രൈ എഗെയിൻ ആണെങ്കിൽ അലേർട്ട് എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഡബിൾ കോട്ടിൻ്റെ ഉള്ളിൽ എന്താണോ ആ ഒരു അലേർട്ട് ബോക്സിൻ്റെ ഉള്ളിൽ വരേണ്ട മെസ്സേജ് അത് കൊടുക്കുക. ഇത്രയും കൊടുത്താൽ മതി. ബോക്സ് വരുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ ഡീഫോൾട്ടായിട്ട് ഒരു ഓക്കെ ബട്ടൺ ഉണ്ടായിരിക്കും. ആ ഓക്കെ ബട്ടൺ നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല. ഡീഫോൾട്ടായിട്ട് ഈ അലേർട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ ആ സ്ട്രക്ചറിൽ വരുന്നതാണ് ആ ഓക്കെ ബട്ടൺ. അത് നമ്മൾ പ്രോഗ്രാമിൽ എഴുതി കൊടുക്കേണ്ട കാര്യമില്ല. ഇനി നമ്മൾ എങ്ങനെയാണ് ഒരു അലേർട്ട് ബോക്സ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ HTML ടാഗ് ഓപ്പൺ ചെയ്തു, എന്നിട്ട് ഞാൻ സ്ക്രിപ്റ്റിൽ ടൈപ്പ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കൂ. ടെക്സ്റ്റ് ഫയലാണ്, ജാവാസ്ക്രിപ്റ്റ് ആണെന്നൊക്കെ നമ്മൾ ടൈപ്പ് കൊടുത്തു. എന്നിട്ട് ഞാൻ തൊട്ട് താഴെ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടാണ്. ഫംഗ്ഷൻ്റെ പേര് ഞാൻ വാണെന്നാണ് കൊടുത്തിട്ടുള്ളത്, വാർണിംഗ് എന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. എന്നിട്ട് ഞാൻ കേളി ബ്രേസ് ഓപ്പൺ ചെയ്തിട്ട് അലേർട്ട് എന്ന് കൊടുത്തു. ദിസ് ഈസ് എ വാർണിംഗ് മെസ്സേജ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, അലേർട്ട് ബോക്സ് എവിടെയോ വരുന്നുണ്ട്, അതിൻ്റെ ഉള്ളിൽ വരുന്ന മെസ്സേജ് എന്താണ്, ദിസ് ഈസ് എ വാർണിംഗ് മെസ്സേജ് എന്നായിരിക്കും അതിൽ വരുന്ന മെസ്സേജ്. ഇനി എങ്ങനെയാണ് അലേർട്ട് ബോക്സ് വരുന്നതെന്ന് ഈ പ്രോഗ്രാമിൽ ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഈ ഫംഗ്ഷൻ ഞാൻ ക്ലോസ് ചെയ്തു, സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്തു, എന്നിട്ട് ബോഡി ടാഗ് ഓപ്പൺ ചെയ്ത ശേഷം ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് ഒരു ക്യാപ്ഷൻ കൊടുത്തു, ക്ലിക്ക് ദ ഫോളോവിങ് ബട്ടൺ ടു സീ ദ റിസൾട്ട് എന്ന് ജസ്റ്റ് ഒരു ക്യാപ്ഷൻ ഞാൻ കൊടുത്തു. അതിന് തൊട്ട് താഴെ ഒരു ഫോം ടാഗ് ഓപ്പൺ ചെയ്ത ശേഷം ഒരു കൺട്രോൾ ബട്ടൺ ആഡ് ചെയ്യാൻ പോവാണ്, അതുകൊണ്ട് ഞാൻ ഫോം ടാഗ് ഓപ്പൺ ചെയ്തു. എന്നിട്ട് ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ബട്ടൺ. അപ്പോൾ നമ്മുടെ വെബ് പേജിൽ ഒരു ബട്ടൺ വരുന്നുണ്ട്. ബട്ടൻ്റെ പേര് ക്ലിക്ക് മീ, വാല്യൂ ഈക്വൽ ടു ക്ലിക്ക് മീ. അപ്പോൾ ക്ലിക്ക് മീ എന്നാണ് ബട്ടൻ്റെ പേര്. അതിലൊരു ഇവൻ്റ് ഉണ്ട്, ഓൺ ക്ലിക്ക് ഈക്വൽ ടു 1. അതായത് ഓൺ ക്ലിക്ക്, അതിലുള്ള ക്ലിക്ക് ഇവൻറ്റിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്താണ് ഈ വാണെന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ വർക്ക് ചെയ്യേണ്ടത്. സോ ഞാൻ ഈ ഒരു പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ വെബ് പേജിൽ ഇങ്ങനെ വന്നിട്ടുണ്ടായിരിക്കും, ക്ലിക്ക് ദ ഫോളോവിങ് ബട്ടൺ ടു സീ ദ റിസൾട്ട്, അങ്ങനെ ഒരു ക്യാപ്ഷൻ വന്നിട്ടുണ്ടായിരിക്കും. തൊട്ട് താഴെ ക്ലിക്ക് മീ എന്ന് പറയുന്ന ഒരു ബട്ടണും ഉണ്ടായിരിക്കും. ഞാൻ മൗസ് കൊണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്തായിരിക്കും എനിക്ക് എന്ത് വരുന്നത്, ഈ ഫംഗ്ഷൻ വർക്ക് ചെയ്യുക. വിച്ച് മീൻസ് അപ്പോഴാണ് അലേർട്ട് ബോക്സ് അപ്പിയർ ചെയ്യുക. അലേർട്ട് ബോക്സിൻ്റെ ഉള്ളിൽ എന്താ ഉണ്ടായിരിക്കുക, ദിസ് ഈസ് എ വാർണിംഗ് മെസ്സേജ്, ദെൻ ഡീഫോൾട്ട് ആയിട്ടുള്ള ഒരു ഓക്കെ ബട്ടൺ. ഇത്രയാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വളരെ സിമ്പിളായിട്ട് ജാവാസ്ക്രിപ്റ്റിൽ എന്തുണ്ടാക്കുന്നത്, ഒരു അലേർട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾ പ്രോജക്റ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ PHP എന്നല്ല ഏത് ലാംഗ്വേജ് നിങ്ങൾ ചൂസ് ചെയ്യുകയാണെങ്കിലും അലേർട്ട് ബോക്സ് ഒക്കെ നിങ്ങൾ ഇതേ മാനറിൽ തന്നെയാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അലേർട്ട് ബോക്സിന് ക്രിയേറ്റ് ചെയ്യുക. ഈ എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് അലേർട്ട് ബോക്സ് വരുന്നത് എന്നൊക്കെ കേട്ടോ. നെക്സ്റ്റ് രണ്ടാമത്തെ പോപ്പപ്പ് ബോക്സ് ആണ് കൺഫർമേഷൻ ബോക്സ്.
ഈ കൺഫർമേഷൻ ബോക്സ് നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളത് തന്നെയാണ്. ലൈക്ക് നമ്മളിപ്പോൾ വേർഡൊക്കെ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഡു യു വാണ്ട് ടു കണ്ടിന്യൂ, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ ഡു യു വാണ്ട് ടു സേവ് ചേഞ്ച്, യെസ് അല്ലെങ്കിൽ സേവ്, ഡോണ്ട് സേവ് എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടില്ല. അതായത് നമ്മളിൽ നിന്നൊരു കൺഫർമേഷൻ വാങ്ങിക്കുന്ന ബോക്സാണ് കൺഫർമേഷൻ ബോക്സ്. അലേർട്ട് ബോക്സ് അങ്ങനെയല്ല, നമ്മളിൽ നിന്നൊരു കൺഫർമേഷൻ അത് വാങ്ങിക്കുന്നില്ല, ജസ്റ്റ് നമ്മൾ അലേർട്ട് ചെയ്യിക്കുക എന്നുള്ളൊരു പർപ്പസ് മാത്രമേ അലേർട്ട് ബോക്സ് ചെയ്യുന്നുള്ളൂ. പക്ഷേ കൺഫർമേഷൻ ബോക്സ് എന്ന് പറഞ്ഞാൽ നമ്മളിൽ നിന്നും ഒരു കൺഫർമേഷൻ വാങ്ങിച്ച ശേഷം മാത്രമേ അത് ഡിസപ്പിയർ ആയിട്ട് പോവുള്ളൂ. ഫോർ എക്സാമ്പിൾ എനിക്കത് സേവ് ചെയ്യണമെങ്കിൽ ഞാൻ സേവ് കൊടുക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഡോണ്ട് സേവ് കൊടുക്കും, അല്ലെങ്കിൽ എസ് ആണെങ്കിൽ എസ് കൊടുക്കും, നോ ആണെങ്കിൽ നോ കൊടുക്കും. അപ്പോൾ നമ്മളിൽ നിന്നൊരു കൺഫർമേഷൻ വാങ്ങിക്കുന്ന ബോക്സാണ് കൺഫർമേഷൻ ബോക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി കൺഫർമേഷൻ ബോക്സിനെയും ക്രിയേറ്റ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. കൺഫേം എന്ന് പറയുന്ന ഫംഗ്ഷനാണ് ഉപയോഗിക്കുന്നത്. കൺഫേം എന്നതിൻ്റെ ഉള്ളിൽ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് കൺഫർമേഷൻ ബോക്സിൽ വരേണ്ട മെസ്സേജ് എന്താണോ അത് നമ്മൾ കൊടുക്കുക. ഇനി അതിലും നമ്മൾ ഓക്കെ ക്യാൻസൽ എന്ന് പറയുന്ന ബട്ടൺ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല, അത് ഡീഫോൾട്ടായിട്ട് അവിടെ വന്നോളും, നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. കൺഫേം എന്ന് പറയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ സ്ട്രക്ചറിൽ അത് വന്നോളും. ഇനി എങ്ങനെയാണ് ഒരു എക്സാമ്പിൾ ഇതിനായി കൺഫർമേഷൻ ബോക്സിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു എക്സാമ്പിളാണ്. എക്സാമ്പിൾ ഞാൻ HTML ടാഗ് ഓപ്പൺ ചെയ്തു, ശേഷം ഞാൻ സ്ക്രിപ്റ്റ് ടാഗ് ഓപ്പൺ ചെയ്ത ശേഷം ഞാൻ ടൈപ്പ് സ്പെസിഫൈ ചെയ്തു, ദാറ്റ് ഈസ് ടെക്സ്റ്റ് ഫയലാണ്, ജാവാസ്ക്രിപ്റ്റ് ആണ് കോഡായിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ശേഷം ഞാനൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു. ഫംഗ്ഷൻ്റെ പേര് ഗെറ്റ് കൺഫർമേഷൻ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം കേട്ടോ ഫംഗ്ഷൻക്ക്. തൊട്ട് താഴെ ഒരു വേരിയബിൾ ഞാൻ ക്രിയേറ്റ് ചെയ്തു, ദാറ്റ് ഈസ് റിട്ട് എന്നാണ്. റിട്ടേൺ വാല്യൂ എന്നുള്ളതിൻ്റെ ഒരു ഷോർട്ട് ഫോം ആയിട്ട് RET വാല്യൂ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഞാൻ ക്രിയേറ്റ് ചെയ്ത ശേഷം അതിൻ്റെ ഉള്ളിലോട്ടാണ് കൺഫർമേഷൻ ബോക്സിൽ വരുന്ന വാല്യൂ നമ്മൾ റിസീവ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് കൺഫേം ഡു യു വാണ്ട് ടു കണ്ടിന്യൂ എന്നുള്ള മെസ്സേജാണ് കൺഫർമേഷൻ ബോക്സിൻ്റെ ഉള്ളിൽ വരിക. അതിൽ നിന്നും നമ്മൾ കൊടുക്കുന്ന വാല്യൂ, ഇപ്പോൾ ഓക്കെ ആണെങ്കിൽ ഓക്കെ, ക്യാൻസൽ ആണെങ്കിൽ ക്യാൻസൽ, ആ വാല്യൂ ആയിരിക്കും ഈ റിട്ടേൺ വാല്യൂ എന്ന് പറയുന്ന ഈ ഒരു വേരിയബിളിലോട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, അതിനാണ് ആ സെൻറ്റൻസ് അങ്ങനെ കൊടുത്തിട്ടുള്ളത്. ദാറ്റ് ഈസ് വാർ ഡിറ്റ് വാല്യൂ ഈക്വൽ ടു കൺഫേം ദെൻ ആ മെസ്സേജ്. ആ ഒരു മെസ്സേജ് വരുന്ന കൺഫർമേഷൻ ബോക്സിൽ നമ്മൾ കൊടുക്കുന്ന വാല്യൂ ആണ് ഈ ഒരു ഇതിലോട്ട് വരിക. ഇനി നെക്സ്റ്റ് നോക്കുകയാണ്, ഇഫ് റിട്ട് വാല്യൂസ് ഈക്വൽ ടു ട്രൂ ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് യൂസർ വാണ്ട് ടു കണ്ടിന്യൂ, എൽസ് ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് യൂസർ ഡസ് നോട്ട് വാണ്ട് ടു കണ്ടിന്യൂ. അതായത് ഇപ്പോൾ റിട്ട് വാല്യൂ ട്രൂ, അതായത് ഇപ്പോൾ ഞാൻ ക്ലിക്ക് ചെയ്തത് ഓക്കെ ആണെങ്കിൽ എന്താണ് ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റിൽ ഒരു നമ്മുടെ ഡോക്യുമെൻറ്റിൽ ജസ്റ്റ് റൈറ്റ് ചെയ്ത് കാണിക്കണം യൂസർ വാണ്ട് ടു കണ്ടിന്യൂ എന്നാണ്, യൂസർക്ക് അത് കണ്ടിന്യൂ ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ യൂസർ ഡസ് നോട്ട് വാണ്ട് ടു കണ്ടിന്യൂ, നോ ആണ് ക്ലിക്ക് ചെയ്തതെങ്കിൽ അവർക്ക് കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് ജസ്റ്റ് നമ്മളെ ബോധിപ്പിക്കാൻ രണ്ട് മെസ്സേജ് ഡോക്യുമെൻറ്റിൽ വരണം. ദെൻ ഞാൻ സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്തു, ബോഡി ടാഗ് ഓപ്പൺ ചെയ്ത ശേഷം ഞാൻ ജസ്റ്റ് ഒരു ക്യാപ്ഷൻ കൊടുക്കുകയാണ്, ക്ലിക്ക് ദ ഫോളോവിങ് ബട്ടൺ ടു സീ ദ റിസൾട്ട്. അതൊന്നും കൊടുക്കുന്നത് യാതൊരു നിർബന്ധമില്ല കേട്ടോ. ദെൻ ഞാൻ ജസ്റ്റ് ഫോം ടാഗിൻ്റെ ഉള്ളിൽ ഒരു ബട്ടൺ ആഡ് ചെയ്യുകയാണ്, ദാറ്റ് ഈസ് ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ബട്ടൺ വാല്യൂ, ബട്ടൻ്റെ പേര് ക്ലിക്ക് മീ തന്നെ കൊടുത്തു, ഓൺ ക്ലിക്ക് ഈക്വൽ ടു ഗെറ്റ് കൺഫർമേഷൻ. ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഗെറ്റ് കൺഫർമേഷൻ എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ വർക്ക് ആവണം. ദെൻ ഞാൻ ബോഡി ടാഗും HTML ക്ലോസ് ചെയ്തു. ഇത് റൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ വെബ് പേജിൽ ഇങ്ങനെ വന്നിട്ടുണ്ടായിരിക്കും, ഇങ്ങനെ ക്ലിക്ക് ദ ഫോളോവിങ് ബട്ടൺ ടു സീ ദ റിസൾട്ട്. ഞാൻ അവിടെ ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ടല്ലോ, അത് അതുപോലെ വരും. തൊട്ട് താഴെ ക്ലിക്ക് മീ എന്ന് പറഞ്ഞിട്ട് ഒരു ബട്ടൺ വരും. ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്താണ് എനിക്ക് എന്ത് വരിക, കൺഫർമേഷൻ ബോക്സ് വരിക, ദാറ്റ് ഈസ് ഡു യു വാണ്ട് ടു കണ്ടിന്യൂ. അതിൽ ഞാൻ ഓക്കെ ആണ് കൊടുക്കുന്നതെങ്കിൽ എനിക്ക് എന്ത് കിട്ടും, യൂസർ വാണ്ട് ടു കണ്ടിന്യൂ. അല്ല ഞാൻ ക്യാൻസൽ ആണ് കൊടുക്കുന്നതെങ്കിൽ എന്തായിരിക്കും കിട്ടുക, യൂസർ ഡസ് നോട്ട് വാണ്ട് ടു കണ്ടിന്യൂ. ഇപ്പോൾ ഈ എക്സാമ്പിൾ ഞാൻ ഓക്കെ ആണ് ക്ലിക്ക് ചെയ്തത്, അതുകൊണ്ട് യൂസർ വാണ്ട് ടു കണ്ടിന്യൂ എന്നായിരിക്കും നമുക്ക് കിട്ടുന്ന റിസൾട്ട്. അപ്പോൾ ഇതാണ് ആക്ച്വലി കൺഫർമേഷൻ ബോക്സ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ പോപ്പപ്പ് ബോക്സ് ആണ് പ്രോംപ്റ്റ് ബോക്സ് എന്ന് പറയും. ഇത് വളരെ ഫെമിലിയർ ആയിട്ട് നമ്മൾ എപ്പോഴും കാണുന്ന ഒരു ബോക്സ് അല്ല പ്രോംപ്റ്റ് ബോക്സ്. പക്ഷേ നിങ്ങൾ ഈ എന്തെങ്കിലുമൊക്കെ ഒരു സോഫ്റ്റ്വെയർ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് പ്രോഡക്റ്റ് കീ ഒക്കെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് വരുന്ന ബോക്സ് ആക്ച്വലി പ്രോംപ്റ്റ് ബോക്സ് ആണ്. അതായത് യൂസറിൽ നിന്നും കൺഫർമേഷൻ അല്ല വാങ്ങിക്കുന്നത്, ഒരു ഇൻപുട്ട് നമ്മൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കണം ആ ബോക്സിൻ്റെ ഉള്ളിൽ. അപ്പോൾ ആ ഒരു കൺഫർമേഷൻ ബോക്സിൻ്റെ ഉള്ളിൽ ഒരു ടെക്സ്റ്റ് ബോക്സ് ഉണ്ടായിരിക്കും, നമ്മളിൽ നിന്ന് വാല്യൂ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരു ടെക്സ്റ്റ് ബോക്സ് ഉണ്ടായിരിക്കും. അവിടെ നമ്മൾ നെയിം ആണെങ്കിൽ നെയിം, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പ്രോഡക്റ്റ് ID ആണെങ്കിൽ പ്രോഡക്റ്റ് ID, എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് കൊടുത്താൽ മാത്രമേ അത് അവിടെ നിന്നും ഡിസപ്പിയർ ആയിട്ട് പോവുള്ളൂ. അതിനെയാണ് നമ്മൾ പ്രോംപ്റ്റ് ബോക്സ് എന്ന് പറയുക. ഈ പ്രോംപ്റ്റ് ബോക്സിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ പ്രോംപ്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ് ഇതാട്ടോ, പ്രോംപ്റ്റ് PROMPT. പ്രോംപ്റ്റിൻ്റെ ബ്രാക്കറ്റിൽ നമ്മൾ ഡബിൾ കോട്ടിൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന മെസ്സേജ് ആയിരിക്കും പ്രോംപ്റ്റ് ബോക്സിൽ വരുന്നുണ്ടായിരിക്കുക. ദെൻ നോക്കുക ഈ പ്രോംപ്റ്റ് ബോക്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യാന്ന്. പിന്നെ ഈ പ്രോംപ്റ്റ് ബോക്സിൽ നമ്മൾ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ആ വാല്യൂവിന് അത് റിസീവ് ചെയ്യും വേണം കേട്ടോ, രണ്ട് കാര്യങ്ങളും അത് ചെയ്യണം. ഇനി നോക്കുക, ജസ്റ്റ് ഞാൻ HTML ടാഗ് ഓപ്പൺ ചെയ്തു, ശേഷം ഞാൻ സ്ക്രിപ്റ്റിൻ്റെ ഉള്ളിൽ ടൈപ്പും ലാംഗ്വേജും സ്പെസിഫൈ ചെയ്തു, ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ് / ജാവാസ്ക്രിപ്റ്റ് എന്ന് കൊടുത്തു. എന്നിട്ടൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു, ദാറ്റ് ഈസ് ഗെറ്റ് വാല്യൂ എന്ന് പറയുന്ന ഫംഗ്ഷൻ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് ഈ ഫംഗ്ഷന് കൊടുക്കാം. ജസ്റ്റ് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു, അതും റിട്ടേൺ വാല്യൂവിന് പകരം RET വാല്യൂ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത ശേഷം അതിൻ്റെ ഉള്ളിലാണ് നാം
പ്രോംപ്റ്റ് ബോക്സിലുള്ള വാല്യൂവിന് എടുക്കുന്നത്. ദാറ്റ് ഈസ് പ്രോംപ്റ്റ് എൻറ്റർ യുവർ നെയിം. അപ്പോൾ ആ ബോക്സിൻ്റെ ഉള്ളിൽ വരെ എൻറ്റർ യുവർ നെയിം എന്നായിരിക്കും. ഡീഫോൾട്ട് ആയിട്ടൊരു ടെക്സ്റ്റ് ബോക്സ് അതിൽ വരും. നിങ്ങൾ ആ ടെക്സ്റ്റ് ബോക്സ് കൊടുക്കേണ്ട കാര്യമില്ല. അതേപോലെ തന്നെ ഓക്കെ ക്യാൻസൽ ബട്ടണും അതിൽ വരും. അതും നിങ്ങൾ കൊടുക്കേണ്ട കാര്യമില്ല. സോ ഞാൻ എൻറ്റർ യുവർ നെയിം എന്ന് കൊടുത്താൽ ആ നെയിമിനെ റിസീവ് ചെയ്യാൻ ഒരു ടെക്സ്റ്റ് ബോക്സ് അതിലുണ്ടായിരിക്കും. അവിടെ ഞാൻ കൊടുക്കുന്ന നെയിം അത് റിസീവ് ചെയ്യും. ആ നെയിമാണ് ഈ റിട്ടേൺ വാല്യൂവിൽ പോയിട്ട് സ്റ്റോർ ആവുക കേട്ടോ. ഇനി ഞാൻ സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്തു. ബോഡി ടാഗിൻ്റെ ഉള്ളിൽ ഞാൻ ജസ്റ്റ് ഒരു ക്യാപ്ഷൻ കൊടുക്കുകയാണ്, ക്ലിക്ക് ദ ഫോളോയിങ് ബട്ടൺ ടു സീ ദ റിസൾട്ട്. എന്നിട്ടൊരു ഫോം ടാഗ് ഓപ്പൺ ചെയ്ത ശേഷം ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ബട്ടൺ വാല്യൂ ഈക്വൽ ടു ക്ലിക്ക് മീ ആൻഡ് ഓൺ ക്ലിക്ക് ഈക്വൽ ടു ഗെറ്റ് വാല്യൂ. അതായത് ക്ലിക്ക് മീ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വർക്ക് ചെയ്യേണ്ട ഫംഗ്ഷനാണ് ഗെറ്റ് വാല്യൂ. ഫോമും ബോഡിയും ക്ലോസ് ചെയ്തു. ദെൻ റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കും? ക്ലിക്ക് ദ ഫോളോവിങ് ബട്ടൺ ടു സീ ദ റിസൾട്ട് എന്ന് കാണിക്കും. കാരണം അവിടെ ഞാനൊരു ക്യാപ്ഷൻ അങ്ങനെ കൊടുത്തിട്ടുണ്ടല്ലേ. ദെൻ ക്ലിക്ക് മീ എന്നുള്ള ബട്ടൺ, ക്ലിക്ക് മീയിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് എന്ത് അപ്പിയർ ചെയ്യുക? ഇതാ ഈ ഒരു പ്രോംപ്റ്റ് ബോക്സ് അപ്പിയർ ചെയ്യുക. അപ്പോൾ അതിലുള്ള ക്യാപ്ഷൻ എന്താണ്? എൻറ്റർ യുവർ നെയിം എന്ന് മാത്രമേ ഉള്ളൂ. സോ എൻറ്റർ യുവർ നെയിം എന്ന് കണ്ടോ, ഇവിടെ ക്യാപ്ഷനായിട്ട് വന്നിട്ടുണ്ടാകും. തൊട്ട് താഴെ ഒരു ടെക്സ്റ്റ് ബോക്സ് ഉണ്ടായിരിക്കും. ആ ടെക്സ്റ്റ് ബോക്സിൽ നിങ്ങൾ എന്താണോ വാല്യൂ കൊടുക്കുക അത് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ക്യാപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ആ വാല്യൂനെ നമുക്ക് റിസീവ് ചെയ്തിട്ട് വേണമെങ്കിൽ പ്രിൻറ്റ് ചെയ്യിപ്പിക്കാം. ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് എന്ന് പറഞ്ഞിട്ട് യു ഹാവ് എൻറ്റേർഡ് പ്ലസ് റിട്ട് വാല്യൂ എന്ന് കൊടുക്കുകയാണെങ്കിൽ അവിടെ എൻ്റർ ചെയ്ത് കൊടുത്ത വാല്യൂ വേണമെങ്കിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണാം. ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ അത് കാണിച്ചിട്ടില്ല, അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ആ വാല്യൂവിനെ നമ്മൾ ആ ടെക്സ്റ്റ് ബോക്സിൽ കൊടുക്കുന്ന വാല്യൂനാണ് ഇവിടെ RET വാല്യൂ എന്ന് പറയുന്ന വേരിയബിൾ റിസീവ് ചെയ്യുന്നത് കേട്ടോ. ആ പ്രോംപ്റ്റ് ബോക്സിൽ കൊടുക്കുന്ന വാല്യൂന് ആ വാല്യൂനെ വേണമെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് ചെയ്തിട്ട് നമുക്ക് പ്രിൻറ്റ് ചെയ്ത് കാണിപ്പിക്കുകയും ചെയ്യാം. അപ്പോൾ ഇതാണ് 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോപ്പ് ബോക്സ് ജാവാസ്ക്രിപ്റ്റിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് അലേർട്ട് ബോക്സ്, കൺഫർമേഷൻ ബോക്സ് ആൻഡ് പ്രോംപ്റ്റ് ബോക്സ്. 3ഉം ഇമ്പോർട്ടൻ്റ് ആണ്. 3ഉം ക്രിയേറ്റ് ചെയ്യുന്നതും അതേപോലെ തന്നെ അത് ഇസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു എക്സാമ്പിൾ പഠിച്ചു വെക്കുക. എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. നമ്മുടെ അലേർട്ട് ബോക്സിന് ക്രിയേറ്റ് ചെയ്യാൻ അലേർട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നു. കൺഫർമേഷൻ ബോക്സിന് നമ്മൾ കൺഫേം യൂസ് ചെയ്യുന്നു. പ്രോംപ്റ്റ് ബോക്സിന് നമ്മൾ പ്രോംപ്റ്റ് യൂസ് ചെയ്യുന്നു. ഇത് കൂടാതെ നമ്മൾ ഉപയോഗിക്കുന്ന സ്പെഷ്യൽ ഫംഗ്ഷൻസിൽ ഒന്നാണ് ഈസ് നാൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഈസ് നാൻ, ഈ നാൻ എന്ന് ഉദ്ദേശിക്കുന്നത് നോട്ട് എ നമ്പർ എന്നാണ്. NAN എന്ന് ഉദ്ദേശിക്കുന്നത് നോട്ട് എ നമ്പർ. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഈസ് നാൻ ഇട്ടിട്ട് ബ്രാക്കറ്റിൽ ഞാനതിൽ വാല്യൂ കൊടുക്കുകയാണ്. അതൊരു നമ്പർ വാല്യൂ അല്ല എന്നുണ്ടെങ്കിൽ അത് ട്രൂ റിട്ടേൺ ചെയ്യും. നമ്പർ വാല്യൂ ആണെങ്കിലല്ല, അല്ല എന്നുണ്ടെങ്കിൽ അതൊരു നോട്ട് എ നമ്പർ ആണെങ്കിൽ ഈ ഒരു ഫംഗ്ഷൻ ട്രൂ വാല്യൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഈസ് നാൻ 1 2 3 123 എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇത് ട്രൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുക. കാരണം എന്താണ്? അതൊരു നമ്പർ ആണല്ലേ. അതല്ല ഞാൻ ഈസ് നാൻ ഇട്ടിട്ട് ഞാൻ ജസ്റ്റ് അൺഡിഫൈൻഡ് എന്ന് കൊടുക്കുകയാണെങ്കിൽ അത് എന്തായിരിക്കും? ട്രൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുക. കാരണം അതൊന്നും നമ്പർ അല്ല. അപ്പോൾ നമ്പർ വാല്യൂ ആണെങ്കിൽ ഇത് ഫോൾസും, അല്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ട്രൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുക. നോട്ട് എ നമ്പർ എന്നാണ് ഈസ് നാൻ എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ്റെ ഫുൾ ഡെഫിനീഷൻ. അടുത്തൊരു ജാവാസ്ക്രിപ്റ്റിൽ യൂസ് ചെയ്യുന്ന സ്പെഷ്യൽ ഫംഗ്ഷനാണ് നമ്പർ എന്ന് പറയുന്ന ഫംഗ്ഷൻ. നമ്പർ ക്യാപിറ്റലാണ് കേട്ടോ. ഈ നമ്പർ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഇത് എന്തിനാണ് ഈ നമ്പർ ഫംഗ്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ കൊടുത്തിട്ടുള്ള ഡാറ്റേനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പറിനെ ആയിരിക്കും ഇത് പ്രൊഡ്യൂസ് ചെയ്യിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഫോർ എക്സാമ്പിൾ എന്താ പറയുക, നമ്പർ ഓഫ് ട്രൂ എന്ന് കൊടുക്കുകയാണെങ്കിൽ ട്രൂവിൻ്റെ വാല്യൂ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള 1 ആണെങ്കിൽ 1 റിട്ടേൺ ചെയ്യും. അല്ലെങ്കിൽ നമ്പർ ഓഫ് ഫോൾസ് എന്ന് കൊടുക്കുകയാണെങ്കിൽ നമ്പർ ഓഫ് ബ്രാക്കറ്റിനുള്ളിൽ ഫോൾസ് എന്ന് കൊടുക്കുകയാണെങ്കിൽ 0 റിട്ടേൺ ചെയ്യും. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഡാറ്റയ്ക്ക് അനുസരിച്ചിട്ടുള്ള നമ്പർ വാല്യൂ ആയിരിക്കും ഇത് പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്പർ ഓഫ് ജോൺ എന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യുന്നത് നോട്ട് എ നമ്പർ എന്നായിരിക്കും. അതൊരു നമ്പർ അല്ലല്ലോ. അതല്ല, പകരം ഞാനിപ്പോൾ നമ്പർ ഓഫ് വേറെ എന്തെങ്കിലും വാല്യൂ, ഇപ്പോൾ 30/9/2017 ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ വാല്യൂ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്ത് കിട്ടും. ഓക്കെ, നമ്പർ ആയിരിക്കും ഇത് റിട്ടേൺ ചെയ്യുന്നുണ്ടായിരിക്കുക. അതല്ലാതെ നിങ്ങൾ സ്ട്രിങ് ആണ് ഇതിന് ആർഗ്യുമെൻ്റ് ആയിട്ട് ബ്രാക്കറ്റിൽ നമ്പർ ഓഫ് ബ്രാക്കറ്റിൽ നിങ്ങൾ സ്ട്രിങ് വാല്യൂ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് ഒന്നും കിട്ടൂല കേട്ടോ. പകരം നിങ്ങൾ നമ്പർ കൊടുക്കുകയാണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ, അതല്ലെങ്കിൽ ബൂളിയൻ വാല്യൂ ലൈക്ക് ട്രൂ ഫോൾസ് കൊടുക്കുകയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 0 1 വാല്യൂ. അപ്പോൾ നമ്പർ ആയിരിക്കും ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന റിസൾട്ട്. ഓക്കെ, അതാണ് ജാവാസ്ക്രിപ്റ്റ് നമ്പർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി പാഴ്സ് ഇൻറ്റു ഫംഗ്ഷൻ. പാഴ്സ് ഇൻറ്റിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞിരുന്നു ജാവാസ്ക്രിപ്റ്റ് ഒരു കേസ് സെൻസിറ്റീവ് ലാംഗ്വേജ് ആണ്. സ്മോൾ ലെറ്ററിന് സ്മോൾ ലെറ്ററും ക്യാപിറ്റലിന് ക്യാപിറ്റലും നിങ്ങൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അടുത്ത ഫംഗ്ഷനാണ് പാഴ്സിൻ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. പാഴ്സിൻ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ വളരെ സിമ്പിളാണ്. ഞാൻ പറഞ്ഞു ഇതൊരു കേസ് സെൻസിറ്റീവ് ആയതുകൊണ്ട് ഇൻറ്റ്, പാഴ്സ് ഇൻറ്റ് എന്നാണല്ലോ ഇതാ. ഈ P ഒക്കെ സ്മോൾ ലെറ്റർ ആണ്. അതിൽ I എന്ന് പറയുന്ന ലെറ്റർ, ഇൻറ്റിൻ്റെ I മാത്രം ക്യാപിറ്റലാണ്. അപ്പോൾ ഒരൊറ്റ ടേമാണ് ഇത് പാഴ്സിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് അതുപോലെ തന്നെ എഴുതണം. പാഴ്സിൻ്റ് എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കൊടുത്തിട്ടില്ല, ഇപ്പോൾ ഞാൻ ജസ്റ്റ് var n is equal to പാഴ്സ് ഇൻറ്റ് ഓഫ് ബ്രാക്കറ്റിൽ ഞാൻ ഡബിൾ കോട്ടിൽ 2018 geeks 4 geeks എന്ന് കൊടുക്കുകയാണെങ്കിൽ ആ 2018 മാത്രമായിരിക്കും കിട്ടുന്ന റിസൾട്ട്. വിച്ച് മീൻസ് നമ്മൾ കൊടുത്ത വാല്യൂ നിന്നും നമ്പറിനെ മാത്രമായിരിക്കും ഇത് റിസീവ് ചെയ്യുന്നുണ്ടായിരിക്കും. അതാണ് പാഴ്സ് ഇൻറ്റ് എന്ന് പറഞ്ഞാൽ. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിൽ നിന്നും നമ്മൾ കൊടുക്കുന്ന ഇതിൻ്റെ ബ്രാക്കറ്റിൽ ഇട്ട് കൊടുക്കുന്ന വാല്യൂവിൽ നിന്നും നമ്പർ വാല്യൂ ഉണ്ടെങ്കിൽ അതിനെ മാത്രമായിരിക്കും ഇത് റിസീവ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതൊന്നിനെയും റിസീവ് ചെയ്യില്ല. അതാണ് പാഴ്സ് ഇൻറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. അപ്പോൾ ഈ സ്നാനും അതേപോലെ തന്നെ ഈ പാഴ്സ് ഇൻറ്റ് ഒക്കെ സ്പെഷ്യലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് കേട്ടോ. ദെൻ
നെക്സ്റ്റ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ. ഇതൊക്കെ ഓൾറെഡി പ്രീ ഡിഫൈൻഡ് ആണ്. ഇനി യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ വെച്ചാൽ ഞാൻ ഓൾറെഡി എടുക്കുമ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നമ്മളുടെ ആവശ്യാർത്ഥം നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ഫംഗ്ഷൻസിനെയാണ് നമ്മൾ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് എന്ന് പറയാം അല്ലേ. അപ്പോൾ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രോഗ്രാമിൻ്റെ ചെറിയൊരു ഭാഗം, ഒരു ബ്ലോക്ക് ഓഫ് കോഡിനെയാണ് നമ്മൾ ഫംഗ്ഷൻ എന്ന് പറയുക. ഒരു പ്രോഗ്രാമിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ള ചെറിയ ചെറിയ ബ്ലോക്കുകളെയാണ് നമ്മൾ ഫംഗ്ഷൻ എന്ന് പറയുക. യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആവശ്യത്തിന് ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ഫംഗ്ഷൻസിനെയാണ് നമ്മൾ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് എന്ന് പറയുക. ഓരോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും ഓരോ തരത്തിലാണ് നമ്മൾ ഫംഗ്ഷൻസിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. ജാവാ സ്ക്രിപ്റ്റിനും വളരെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മൾ ഫംഗ്ഷൻസിനെ ക്രിയേറ്റ് ചെയ്യുക. സീലൊന്നും ക്രിയേറ്റ് ചെയ്ത പോലെയല്ല. ജസ്റ്റ് എന്താണ് ഫംഗ്ഷൻ, കീവേഡാണ് ഫംഗ്ഷൻ, സ്പേസ് ഇട്ട ശേഷം എന്താണോ നിങ്ങൾ ഫംഗ്ഷന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പേര്, ഫംഗ്ഷൻ നെയിം, ബ്രാക്കറ്റിൽ പാരാമീറ്റേഴ്സ് ഉണ്ടെങ്കിൽ പാരാമീറ്റർ 1, പാരാമീറ്റർ 2 എക്സെട്ര അപ് ടു നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ആർഗ്യുമെൻറ്റ്സിന് ആഡ് ചെയ്ത് കൊടുക്കാം. കോമ സെപ്പറേറ്റ് ചെയ്താൽ മതി. എന്നിട്ട് കേളി ബ്രേസ് ഓപ്പൺ ചെയ്യുക. ഫംഗ്ഷനോട് ഉദ്ദേശിക്കുന്ന ഡെഫിനേഷൻ എന്താണോ അത് അവിടെ എഴുതുക. ദെൻ കേളി ബ്രേസ് ക്ലോസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇതിന് മുമ്പ് ഒരുപാട് ഫംഗ്ഷൻസ് ക്രിയേറ്റ് ചെയ്തു അല്ലേ. ഫംഗ്ഷൻ ഗെറ്റ് നമ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. പക്ഷേ ഇവിടെയാണ് അതിൻ്റെ തിയറി ഇവിടെയാണ് വരുന്നത്. നമ്മൾ മുന്നേ ചെയ്തല്ലോ, ഓരോ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒക്കെ ഓരോ ഫംഗ്ഷൻസ് തന്നെയാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഫംഗ്ഷനായിട്ടേ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഫംഗ്ഷൻ എൻ്റെ തിയറി ഇവിടെയാണ് വരുന്നത്. ഇങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക. ഫംഗ്ഷൻ സ്പേസ് ഫംഗ്ഷൻ നെയിം ബ്രാക്കറ്റിൽ ആർഗ്യുമെൻറ്റ്സ്, ദെൻ കേളി ബ്രേസ് ഓപ്പൺ ചെയ്യുക. ഫംഗ്ഷൻ്റെ ഡെഫിനേഷൻസ് എഴുതുക. ദെൻ കേളി ബ്രേസ് ക്ലോസ് ചെയ്യുക. ഓക്കെ. ഇനി ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം, കോമട്ട് സ്പ്ലിറ്റ് ചെയ്യണം ആർഗ്യുമെൻറ്റ്സ്. അതേപോലെ തന്നെ ഫംഗ്ഷൻ നെയിം കൊടുക്കുമ്പോൾ സ്പേസ് ഇടാൻ പാടില്ല. നമ്മൾ വേരിയബിളിൻ്റെ നെയിമിന് കൊടുത്ത അതേ റൂളുകൾ ഇവിടെ ഫംഗ്ഷൻ നെയിമിനും ബാധകമാണ്. കേളി ബ്രേസ് ഇടാൻ മറക്കരുത്. ദെൻ പർപ്പസ് കഴിഞ്ഞാൽ ഫംഗ്ഷൻ നിങ്ങൾ ക്ലോസ് ചെയ്യാനും മറക്കരുത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു ഫംഗ്ഷൻ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഫംഗ്ഷൻ കാൽക്ക് അഡിഷൻ എന്നാണ് ഫംഗ്ഷൻ്റെ പേര്. ബ്രാക്കറ്റിൽ നമ്പർ 1 നമ്പർ 2 എന്നിട്ട് 2 ആർഗ്യുമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത, നിങ്ങൾ സിയിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഇൻറ്റ് എ ഇൻറ്റ് ബി എന്നാണ് കൊടുത്തിരുന്നത് അല്ലേ. ഇവിടെ നിങ്ങൾ ആ ഇൻറ്റ് ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞ വസ്തുവേ ഇവിടെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് വേരിയബിൾ, ഹോൾഡിംഗ് വേരിയബിൾ നമ്പർ 1 നമ്പർ 2 എന്ന് കൊടുത്തു. ദെൻ റിട്ടേൺ നമ്പർ 1 പ്ലസ് നമ്പർ 2. ഇതാണ് അതിൻ്റെ ഡെഫിനീഷൻ എന്ന് പറഞ്ഞാൽ. ദെൻ ഫംഗ്ഷൻ ക്ലോസ് ചെയ്തു. ഇതാണ് ഫംഗ്ഷൻ്റെ ഡെഫിനീഷൻ എന്ന് പറഞ്ഞാൽ. ഇനി കോൾ ചെയ്യുമ്പോൾ വളരെ സുഖമാണ്. ജസ്റ്റ് ഫംഗ്ഷൻ നെയിം എന്താണോ അത് കൊടുക്കുക, ബ്രാക്കറ്റിൽ വാല്യൂസ് കൊടുക്കുക. അപ്പോൾ ഇതാണെങ്കിൽ കാൽക്ക് അഡിഷൻ ഓഫ് 10,20. അപ്പോൾ ആ 10 പോയിട്ട് നമ്പർ 1 സ്റ്റോർ ചെയ്യും, 20 പോയിട്ട് നമ്പർ 2 സ്റ്റോർ ചെയ്യും. 10 + 20 ആയിരിക്കും 30 ആയിരിക്കും ഇത് റിട്ടേൺ ചെയ്യുന്ന റിസൾട്ട്. മനസ്സിലായോ? കോൾ ചെയ്യുന്നത് എങ്ങനെയാണ്? ഫംഗ്ഷൻ നെയിം ബ്രാക്കറ്റിൽ വാല്യൂസ്. അവിടെ നിങ്ങൾ വേരിയബിൾ അല്ല, വേരിയബിൾ കൊടുക്കേണ്ട വാല്യൂസ് ആണ് നിങ്ങൾ അവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, അങ്ങനെയാണ് ഫംഗ്ഷൻ നമ്മൾ കോൾ ചെയ്യുക. അപ്പോൾ ഇതാണ് സിമ്പിളായിട്ട് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ കേട്ടോ. ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് ഫംഗ്ഷൻ സ്പേസ് ഫംഗ്ഷൻ നെയിം ബ്രാക്കറ്റിൽ ആർഗ്യുമെൻറ്റ്സ്. ദെൻ കേളി ബ്രേസ് ഓപ്പൺ ചെയ്യുക. ഫംഗ്ഷൻ്റെ ഡെഫിനേഷൻ എന്താണോ ഫംഗ്ഷനോട് ഉദ്ദേശിക്കുന്ന പർപ്പസ് അത് നിങ്ങൾ ഡിഫൈൻ ചെയ്യുക. ആഡ് ആണെങ്കിൽ ആഡ്, മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ, വാട്ടെവർ ഇറ്റ് ഈസ് അത് നിങ്ങൾ പെർഫോം ചെയ്ത ശേഷം നിങ്ങൾ കേളി ബ്രേസ് ക്ലോസ് ചെയ്യുക. ദെൻ അതിൻ്റെ തൊട്ട് താഴെ വേണം നിങ്ങൾ ഫംഗ്ഷനെ കോൾ ചെയ്യാൻ കേട്ടോ. കോൾ ചെയ്യുമ്പോൾ നിങ്ങൾ ആ ഫംഗ്ഷൻ്റെ പേര് മാത്രം കൊടുത്താൽ മതിയാവും. ബ്രാക്കറ്റിൽ ആർഗ്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതും കൊടുക്കുക. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ കേസിലാണെങ്കിൽ കാൽക്ക് അഡിഷൻ ബ്രാക്കറ്റിൽ ഞാൻ 5,10 എന്ന് കൊടുക്കുകയാണെങ്കിൽ 5ഉം 10ഉം ആണ് ആ വാല്യൂസ്. ഓക്കെ. ഇനി കൂടാതെ നമ്മൾ ടൈമറിനെ റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് ഫംഗ്ഷൻസ് നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ പറയുന്നുണ്ട്. ആ ഫംഗ്ഷൻസ് ഒക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ദാറ്റ് ഈസ് ഒന്ന് സെറ്റ് ടൈം ഔട്ട്. നമുക്ക് ടൈം, ഇപ്പോൾ ഞാനിപ്പോൾ ഒരു അലേർട്ട് ബോക്സ് കൊടുക്കുകയാണെങ്കിൽ ഇത്ര ടൈമിൻ്റെ ഉള്ളിൽ ആ അലേർട്ട് ബോക്സ് നിന്നാൽ മതി. അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ സെറ്റ് ടൈം ഔട്ട് എന്ന് പറഞ്ഞിട്ട് ആ ടൈം ഔട്ട് ആവേണ്ട അത്രയും സെക്കൻഡ്സ് ഞാൻ ബ്രാക്കറ്റിൽ കൊടുക്കുക. ക്ലിയർ ടൈം ഔട്ട്, എനിക്ക് ടൈം ഔട്ട് വെക്കേണ്ടെന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ കളയുന്നുണ്ടെങ്കിൽ ഞാൻ ക്ലിയർ ടൈം ഔട്ട് കൊടുത്താൽ മതിയാവും. സെറ്റ് ഇൻ്റർവൽ, എനിക്കതല്ല ഇത്ര ടൈമിൻ്റെ ഉള്ളിൽ ഇത്ര ടൈം വരെ അത് ലാസ്റ്റ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇൻ്റർവൽ സെറ്റ് ചെയ്യാനാണ് സെറ്റ് ഇൻ്റർവൽ എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ക്ലിയർ സെറ്റ് ഇൻ്റർവൽ എന്ന് വെച്ചാൽ ക്ലിയർ ഇൻ്റർവൽ എന്ന് വെച്ചാൽ നമ്മൾ സെറ്റ് ചെയ്ത ഇൻ്റർവെല്ലിനെ നമുക്ക് ക്ലിയർ ചെയ്യാം. നമുക്കത് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാനാണ് ആ ഫംഗ്ഷൻസ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇതിൽ സെറ്റ് ടൈം ഔട്ട് ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇതാ ഞാൻ എന്താ പറയുക, സ്ക്രിപ്റ്റ് ടാഗ് ഓപ്പൺ ചെയ്ത ശേഷം ഞാൻ ടൈപ്പ് സ്പെസിഫൈ ചെയ്തു. എന്നിട്ട് ഞാൻ ഫംഗ്ഷൻ ജസ്റ്റ് ടൈംഡ് മെസ്സേജ്, എനിക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാമല്ലോ ഫംഗ്ഷന്, ആ ഫംഗ്ഷന് ഞാൻ പേര് കൊടുത്തു. എന്നിട്ട് ഞാൻ സെറ്റ് ടൈം ഔട്ട്, അത് ടൈം ഔട്ട് സെറ്റ് ചെയ്യുന്നത് അലേർട്ടിനാണ്. ബ്രാക്കറ്റിൽ ഞാൻ അലേർട്ട് എന്ന് കൊടുത്തു. ഹായ് വെൽക്കം കൊടുത്ത ശേഷം 5000. അപ്പോൾ ആ 5000 സെക്കൻഡ്സ് വരെയും എന്ത് ചെയ്യും, ആ ഒരു അലേർട്ട് ബോക്സ് അവിടെ നിൽക്കും. മനസ്സിലായോ? അതാണ് സെറ്റ് ടൈം ഔട്ട്. അപ്പോൾ അലേർട്ട് ബോക്സിൽ കൊടുത്തതുകൊണ്ട് ഇട്ടിട്ട് ഞാൻ എത്രയാണോ ടൈം അത് കൊടുത്തു. ഇത് ക്ലിയർ ചെയ്യണമെങ്കിൽ തൊട്ട് താഴെ ഞാൻ എന്ത് കൊടുത്താൽ മതി, ക്ലിയർ ടൈം ഔട്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ടൈമർ 5000 ആണെങ്കിൽ 5000 കൊടുത്താൽ മതി. അപ്പോൾ ആ ടൈമർ ആ ഒരു ടൈമിംഗ് അവിടെ നിന്ന് പൊയ്ക്കോളും. അതേപോലെ തന്നെ നമുക്ക് ഇൻ്റർവെല്ലും സെറ്റ് ചെയ്യാം. ഏത് മുതൽ ഏത് വരെ, ഒരു സെക്കൻഡ് മുതൽ 1000 സെക്കൻഡ് വരെയാണെങ്കിൽ അതും നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അതും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഇൻ്റർവെല്ലും നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇതൊക്കെ ടൈമർ റിലേറ്റഡ് ആയിട്ട് വരുന്ന സ്പെഷ്യൽ ഫങ്ഷൻസ് ആണ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൂടാതെ നമ്മൾ പറഞ്ഞ നോർമൽ ഫംഗ്ഷന്, അതേപോലെ തന്നെ ഈസ് ആൻഡ് പാഴ്സിൻ്റ് പോലുള്ള ബാക്കി നോട്ട് എ നമ്പർ പോലുള്ള ഫങ്ഷൻസ്, അതേപോലെ തന്നെ നമ്മളിന്ന് ബാക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നത്
തൊട്ട് മുമ്പിൽ നമ്മൾ പറഞ്ഞത് പോപ്പപ്പ് ബോക്സസ് ആയിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് നോക്കുക. നെക്സ്റ്റ് ക്ലാസ്സോട് കൂടെ ഈ ഒരു മൊഡ്യൂൾ കഴിയും. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇവൻസും അതേപോലെ തന്നെ ജാവാസ്ക്രിപ്റ്റിൽ ഉപയോഗിക്കുന്ന അറേ ഒബ്ജക്ട്സും സ്ട്രിങ്സും ആണ് നമ്മൾ പറയാനായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പോർഷൻ നിങ്ങൾ എല്ലാവരും നന്നായിട്ട് നോക്കുക.